അപ്പോൾ രാവിലെ തന്നെ ഇത് എങ്ങോട്ടാണെന്നല്ലേ, നമ്മളെല്ലാവരും കൂടി ഫാമിലി ആയിട്ടൊന്ന് പറശ്ശിനിലോട്ട് പോവാണ് കേട്ടോ. അപ്പം മംഗലാപുരത്ത് നിന്ന് ആൻറ്റിയും ദീക്ഷയും ജിത്തും ഒക്കെ വന്നിട്ടുണ്ട്. ദീക്ഷൻ്റെ ഫ്രണ്ട് കീർത്തനയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കീർത്തന ഇതുവരെ നമ്മളെ പറശ്ശിനിക്കടവ് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരുതി എന്താ പിന്നെ ഒന്ന് കൊണ്ടുപോയേക്കാന്ന് കരുതി. അങ്ങനെ നമ്മളിതാ നേരെ പറശ്ശിനിലോട്ട് എത്തി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പടികൾ ഇറങ്ങാനുണ്ട്. അപ്പോൾ എത്താറായോ എന്നാൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ടൈം തന്നെ ആയതുകൊണ്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു പറശ്ശിൻ്റെ ഉള്ളൊന്ന് കാണാൻ വേണ്ടി. കുറേ ഫോട്ടോസും വീഡിയോസും മാത്രമേ കണ്ടിട്ടുള്ളൂ. പറശ്ശിനിക്കടവിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടോന്നും കൂടി പറഞ്ഞപ്പോഴത്തേക്കും നമ്മളെ നാട്ടിൽ വന്നിട്ട് പിന്നെ കൊണ്ടുപോയില്ലെങ്കിൽ എങ്ങനെയാണല്ലേ. അപ്പോൾ പടി ഇറങ്ങുന്ന സമയത്ത് ഒരു കുട്ടി അവിടെ ചന്ദനം തൊട്ടുകൊടുക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നേരെ വൃത്തി ചന്ദനമൊക്കെ തൊട്ട് പൈസയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നേരെ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കടക്കുവാണ് കേട്ടോ. അത്യാവശ്യം തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ചൊവ്വാഴ്ചയായിരുന്നു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് തന്നെ നല്ല തിരക്കുണ്ട്. ചില സമയങ്ങളിൽ ചില സ്ഥലത്ത് ഞായറാഴ്ച ആയിരിക്കില്ലേ ഭയങ്കര തിരക്കുണ്ടാവും, ഒഴിവ് ദിവസമായുണ്ട്. അത് നമ്മളെ പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രത്തിൽ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറി നമുക്ക് എപ്പോഴും അറിയാമല്ലോ നമ്മൾ പറശ്ശിനിക്കടവ് പോയി കഴിഞ്ഞാൽ നമുക്ക് ചായയും പ്രസാദവും കിട്ടും. അപ്പം അതുപോലെ തന്നെ നമ്മൾ നേരെ ഉള്ളിലോട്ട് കയറി ചായയും പ്രസാദവും ഒക്കെ കഴിച്ചതിന് ശേഷം എന്താ നേരെ നടയിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ നേരെ പുഴയിലോട്ട് കാല് കഴുകിയിട്ട് വേണം നമ്മളെ പറശ്ശിനിക്കടവിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്, നടേൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എല്ലാവരും കൂടി കാല് കഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതുപോലെ വൃത്തിയൊക്കെ കുറച്ച് നേരം വെള്ളം കണ്ടപ്പോഴത്തേക്ക് കിടന്ന് കളിക്കാനൊക്കെ നോക്കിയിട്ട്. അപ്പോൾ നല്ല വഴുക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കാലൊക്കെ കഴുകി അവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ച് നേരെ ഇനി അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഫോണോ ക്യാമറയോ ഒന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ തൊഴുത് വേഗം നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ കുറച്ചപ്പുറം തന്നെ നമ്മളെ ബോട്ടും പിന്നെ ഇരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് കുറച്ച് നേരം പോയി വെറുതെ ഇരിക്കാമെന്ന് കരുതി. അങ്ങനെ അവിടത്തേക്കും കുറച്ച് നേരം ഒന്ന് കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിച്ച്. അങ്ങനെ ചുറ്റി കറങ്ങി കീർത്തനയ്ക്കെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് ചേട്ടന്മാർ മീനിനെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നീട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ക്യൂ നിൽക്കാൻ പോയിട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, ഇന്നൊന്നും കിട്ടില്ല എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അമ്മ പറഞ്ഞു പെട്ടെന്ന് ക്യൂ ഒക്കെ നീങ്ങുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നേരെ പോയി കേട്ടോ. അങ്ങനെ വേഗത ഫുഡിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം എല്ലാ ദിവസവും ഇവിടെ ഉച്ചയ്ക്കും രാത്രിയും നമുക്ക് അന്നദാനം ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. എല്ലാ സമയത്തും ഇവർക്ക് ഇതുപോലെ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് നമുക്ക്. അപ്പം പറ്റുന്നവരൊക്കെ ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഈ ബോട്ടിൻ്റെ അടുത്തോട്ട് പോയിട്ടോ. അപ്പോൾ ബോട്ട് യാത്രയൊക്കെ പോകണമെന്ന് കീർത്തനൊക്കെ നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ അപ്പം നമ്മളിതാ നേരെ ബോട്ട് യാത്രയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ 50 രൂപയായിരുന്നു ഒരാൾക്ക്. ഫാമിലി ടിക്കറ്റ് ആണെങ്കിൽ 500 രൂപയൊക്കെ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ആൾക്ക് വരെ നമുക്ക് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 5 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ 500 രൂപേൻ്റെ ടിക്കറ്റിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി അങ്ങനെ 50 രൂപേൻ്റെ ടിക്കറ്റ് എടുത്ത് നമ്മൾ നേരെ ബോട്ട് യാത്രയിലോട്ട് കയറിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, നല്ല കാറ്റുമൊക്കെ കൊണ്ട് നല്ല പുഴേൻ്റെ നടുക്കൂട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റി സവാരിയൊക്കെ ചെയ്യാൻ വേണ്ടി അടിപൊളിയായിരുന്നു. പിന്നീട് അതിൻ്റെ ഉള്ളിൽ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് നല്ല പാട്ടും മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നീട് പിള്ളേർ 2-3 ചുവടും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതൊന്ന് കളറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് അടങ്ങിയിരുന്ന് പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കുമ്പോഴത്തേക്ക് പിള്ളേർ 2-3 ചുവടും കൂടി വെക്കുമ്പോഴത്തേക്ക് എല്ലാവരും കയ്യടി ആർപ്പുടിയായിരുന്നു. പിന്നീട് ദീക്ഷയുടെ കയ്യിൽ തന്നെ റിമോട്ട് അവർ കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലത്തെ പോലെ തന്നെ അടിച്ചങ്ങ് പൊളിക്കുകയാണ്. ഇഷ്ടമുള്ള പാട്ടൊക്കെ നമ്മൾ മാറ്റി വെച്ച്. അപ്പോൾ ഒരുപാട് കുട്ടികൾ ഡാൻസ് കളിക്കാനും കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വൃത്തിൻ്റെ കാര്യം പറയണ്ടല്ലോ, പാട്ട് വെച്ചാൽ മതി ഒന്ന് തുള്ളാൻ തുടങ്ങിക്കോളൂ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയി. 2-3 പുതിയ കൂട്ടുകാരും കൂടി കിട്ടിയിട്ടോ അവർക്ക്.
അങ്ങനെ ബോട്ടിൻ്റെ നടുക്കൂടി ചുറ്റി കറങ്ങി വരുമ്പോൾ നമ്മൾ പറശ്ശിനിക്കടവ് നേർക്കൊന്ന് കാണാട്ടോ. അപ്പം ഞാൻ സൂം ചെയ്തൊന്ന് വീഡിയോയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറശ്ശിനിക്കടവിലേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ. നമുക്ക് അമ്പലത്തിൽ പോയി ദൈവത്തിൽ തൊഴുത് കുറച്ച് നേരം ഒന്ന് കറങ്ങാനും മനസ്സിലെ സങ്കടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി സ്ഥലം തന്നെയാണ്. പറശ്ശിനിക്കടവ് വരാതെ ചുരുക്കം ആൾക്കാരെ ഉണ്ടാവില്ലേ. എല്ലാ നാട്ടിൽ നിന്നും ജാതി മത ഭേദം ഇല്ലാണ്ട് നമ്മൾ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കാണാൻ എല്ലാവരും എത്താറുണ്ടല്ലേ. അപ്പോൾ ബോട്ടിൽ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ ഒരു ഐസ്ക്രീം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓരോ ഇഷ്ടമുള്ള ഫ്ലേവർ ഐസ്ക്രീമൊക്കെ തിരഞ്ഞെടുത്തു.